നമസ്കാരം. എപ്പോഴും തെറ്റിദ്ധാരണാജനകമായി കള്ളങ്ങളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും മാത്രം പടച്ചുവിട്ടുന്ന ഒരു യൂണിറ്റാണ് പിണറായി വിജയൻ സർക്കാർ. പിണറായി വിജയൻ സർക്കാരിലെ ഓരോ മന്ത്രിമാരും ഓരോ ന്യായീകരണ തൊഴിലാളികളും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തന്നെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഒന്നും നൽകുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രം കൊടുത്താലേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ എന്നാണ്. കേന്ദ്രം എത്രയോ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു, കൃത്യമായി കൊടുത്തു. ഇനി 97 കോടി രൂപ മാത്രമേ എണ്ണിച്ചുട്ട അപ്പം പോലെ കൊടുക്കാനുള്ളൂ. എന്നിട്ടും പറയുന്നത് കേന്ദ്രത്തിനെതിരെ എന്നാണ്. കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കെല്ലാം തരണം. കഴിഞ്ഞ ദിവസം അംഗൻവാടി ടീച്ചർമാരെ കൂട്ടിയൊക്കെ തന്നെ ആശാവർക്കർമാരുടെ കൂടെ കൂട്ടി അവരുടെ സമരം പൊളിക്കാനായിട്ട് ചില പരിപാടിയൊക്കെ ആയിട്ട് വരുന്നത് കണ്ടു CIT-കാർ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കേന്ദ്രം എന്ത് കൊടുക്കാനുണ്ട്, കേന്ദ്രം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ CPM പറയുന്നതും CPM-ന്റെ മന്ത്രിമാർ പറയുന്നതും ഒക്കെ ശുദ്ധ അസംബന്ധമാണ്, പച്ചക്കള്ളമാണ്, നട്ടാൽ കിളുക്കാത്ത നുണയാണ് എന്നുള്ള കാര്യം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇന്നലെ വരെ കേന്ദ്രം 100 കോടി തരാനുണ്ട്, അതിനാലാണ് ആശാവർക്കർമാരുടെ ഓണറേറിയം കുടിശ്ശികയായത് എന്നായിരുന്നു കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞ് നടന്നിരുന്നത്. ഇതൊരു കുറിപ്പാണ് കേട്ടോ. എന്നാൽ ഈ സാമ്പത്തിക വർഷം 913.24 കോടി കൊടുക്കേണ്ടിടത്ത് 938.8 കോടി കേന്ദ്രം നൽകിയെന്ന് തെളിവ് സഹിതം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടപ്പോൾ 100 കോടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് 636.88 കോടിയായി അത് കേരളം കൂട്ടി. സ്വന്തം ചുമ്മാ കോടിയുടെ കണക്കൊക്കെ പറയുക. 100 കോടി കിട്ടാനുണ്ട്, 1000 കോടി കിട്ടാനുണ്ട്, 10,000 കോടി കിട്ടാനുണ്ട്. ദേശാഭിമാനി വായിക്കുന്നവരും കൈരളി TV കാണുന്നവരും പോലും വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം വീണ ജോർജിനും പിണറായി വിജയനും KN ബാലഗോപാലിനും ഒന്നും മനസ്സിലാകുന്നില്ലേ എന്ന്. കേന്ദ്രം നൽകാനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ 100 കോടി എങ്ങനെ 636 കോടിയായി കൂടി? ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കൂടി. ഇനിയിപ്പോൾ 1000 കോടിയാകുമായിരിക്കും. 2023-24 വർഷത്തിൽ NHM വിഹിതത്തിൽ, അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ വിഹിതത്തിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്കായി കിട്ടേണ്ടിയിരുന്നത് 826.02 കോടിയാണത്രേ. എന്നിട്ട് ആകെ കിട്ടിയത് 189.15 കോടിയാണെന്ന് പറയുന്നു. അങ്ങനെയാണ് 100 കോടി എന്നത് ഇപ്പോൾ 636.88 കോടിയായത്. കേന്ദ്രം 938.8 കോടിയുടെ കണക്കുകൾ പുറത്തുവിടുന്നവരെ ഇക്കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കരുത്. അപ്പോൾ കേരളത്തിന്റെ കെടുകാര്യസ്ഥത പുറത്തുവരും. അതെന്താണെന്ന് വെച്ചാൽ 2023 ഡിസംബറിന് മുന്നേ രാജ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഉപ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് ആയുഷ്മാൻ ഭാരത് ആരോഗ്യമന്ത്രി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്യണം എന്നതടക്കം കുറച്ച് നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവർക്ക് കേന്ദ്രവിഹിതം നൽകൂ എന്നും പറഞ്ഞിരുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയും കീഴിൽ നടക്കുന്ന NHM-ന്റെ അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയും കീഴിൽ നടക്കുന്ന സെന്ററുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ രീതിയിലുള്ള പേരുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ കേന്ദ്രങ്ങളാണ് എന്ന് പേരിടണം. അത് സ്വാഭാവികമല്ലേ. ഞാൻ പണിത ഒരു വീടിന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്ത് പേരിടണം, അല്ലെങ്കിൽ ഞാൻ ആ വീട് എങ്ങനെ പണിയണം എന്ന്. എന്നിട്ട് ഇവിടെ ഫ്ലക്സ് അടിക്കാനും വീണ ജോർജിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഫ്ലക്സ് അടിക്കാനും ഇതൊക്കെ ഞങ്ങളാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്ന നാണംകെട്ട നെറികെട്ട ചെറ്റത്തരമാണ് CPM-ഉം കേരള സർക്കാരും കാലങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേര് മാറ്റിയില്ല. കേന്ദ്ര പദ്ധതികൾ കേരളത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് നടപ്പാക്കിയിരുന്ന കേരളത്തിന് അതിന് സമ്മതമല്ല. അതിനാൽ കേന്ദ്രത്തിന്റെ ഈ നടപടിക്കെതിരെ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് കേരളം ആഞ്ഞടിച്ചു. എന്ത് സംഭവിച്ചാലും പേരുമാറ്റം കേരളത്തിൽ അനുവദിക്കില്ല എന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി നവകേരള സദസ്സിനിടെ ആഞ്ഞ് തള്ളി. അത് BGM ഇട്ട് എല്ലാവരും കേട്ടു സമൂഹ മാധ്യമത്തില്. അങ്ങനെ കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാൽ 2023-24 സാമ്പത്തിക വർഷത്തിലെ അധിക വിഹിതം കേരളത്തിന് നഷ്ടമായി. അപ്പോഴും ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകാൻ അതിന് അടക്കമുള്ള 189 കോടി കേരളത്തിന് നൽകിയിരുന്നു. എന്നിട്ട് ആ ഓണറേറിയം കുടിശ്ശിക ആക്കിയതിന്റെ കുറ്റവും കേന്ദ്രത്തിന് നൽകാൻ ഇവറ്റകൾക്ക് ഒരു ഉളുപ്പുമില്ലേ എന്ന് ചോദിക്കും. ഇത്തരത്തിൽ എല്ലാ പദ്ധതികളും കേന്ദ്രത്തിൽ നിന്ന് അടിച്ചു മാറ്റി മുഖ്യമന്ത്രിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് വിതരണം ചെയ്യുന്നു. എന്ത് വന്നാലും ഇവിടെ ആർക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും, ഇവിടെ ജീവനക്കാർക്ക് DA കിട്ടിയില്ലെങ്കിലും, അല്ലെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ കിട്ടിയില്ലെങ്കിലും എല്ലാം കേന്ദ്രത്തിന്റെ കുറ്റമാണ്. കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി CPM-ലെ നേതാക്കൾക്കും അണികൾക്കും പോലും ഇല്ലേ എന്നും ചോദിക്കുകയാണ്. കാരണം ഇവിടെ എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തി നിങ്ങൾ സ്വയം രക്ഷപ്പെടുകയല്ല, നിങ്ങൾ സ്വയം പരിഹാസ്യരാകുകയും സ്വയം അപമാനിതരാകുകയും സ്വയം ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം CPM-ഓ വീണ ജോർജോ പിണറായി വിജയനോ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. ഇത്തരത്തിലാണോ ഒരു ജനാധിപത്യ സംവിധാനത്തെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെ ഒക്കെ തന്നെ ഒരു സംസ്ഥാനം വിലയിരുത്തേണ്ടത്?
2023 ഡിസംബറിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞ കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കാം എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ കേരളം അറിയിച്ചത് 2024 ജൂൺ 26-നാണ്. അങ്ങനെ കേന്ദ്ര നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെട്ടത് കൊണ്ട് 2024 സാമ്പത്തിക വർഷത്തെ 913.24 കോടിക്ക് പകരം 938.8 കോടി നൽകുകയും ആ കോടികൾ എങ്ങോട്ട് വകമാറ്റി അല്ലെങ്കിൽ ആരൊക്കെ ചേർന്ന് മുക്കി എന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്തായാലും വ്യാപകമായി മുക്കൽ നടക്കുന്നുണ്ട്, വ്യാപകമായി പദ്ധതികളിൽ പണം ചെലവഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പദ്ധതികൾക്ക് എന്ത് പണം എങ്ങനെ ചെലവഴിക്കുന്നു, എന്ത് നിക്ഷേപമാണ് ഇവിടെ വരുന്നത്, ആകെ പറയുന്നത് കേന്ദ്രമൊന്നും നൽകുന്നില്ല എന്ന് മാത്രമാണ്. സത്യം പറയാം, ഇത് കേട്ട് മടുത്തു. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് സാധാരണക്കാർക്ക് വരുന്നത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.